വിദേശ വിദ്യാഭ്യാസ മേഖലയിൽ 15-ലധികം വർഷത്തെ പരിചയമുഖവുമായി സ്റ്റഡി ലിങ്ക്സ്, ദ ബെസ്റ്റ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി. സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണൽ, സ്വപ്നങ്ങൾക്കൊപ്പം എന്നും. അവിടെ ഒരു പെണ്ണ് വന്നിട്ട് ബിക്കിനെ കേട്ടിട്ട് അവിടെ സൈഡിൽ മാറി കിടപ്പുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങൾ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ. അയ്യോ, എനിക്ക് ആ വെള്ളത്തിന്റെ കളർ കണ്ടിട്ട് സഹിക്കണില്ല. അതൊരു കിഡിലും ബീച്ച്. അവർ രണ്ടുപേരും മാത്രം, ഒരു കപ്പിൾ അവിടെ അവരവിടെ എൻജോയ് ചെയ്യുന്നു. ഗൈസ്, ഞാനിപ്പോ റൺവേയിലൂടെയാണോ വണ്ടി ഓടിക്കുന്നേ? ആണോ? അയ്യോ, വിമാനം വരുന്നു ടേക്ക് ഓഫ് ചെയ്യാനായിട്ട്. ഇവിടെ ഒരാൾ ഒറ്റയ്ക്ക് ബീച്ചിൽ. ന്യൂഡ് ബീച്ച് വല്ലതും ആണോ? അല്ലല്ല, ഇവിടെ ന്യൂഡ് ബീച്ച് ഇല്ല. നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഇന്ന സ്ഥലത്ത് പോകണമെന്നോ ഇന്ന സ്ഥലത്ത് പോകണമെന്നൊന്നുമില്ല. ഞാനിങ്ങനെ തപ്പി നമ്മളിങ്ങനെ പോകുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ പോവാണ്. വേറെ ഇന്നതൊന്നുമില്ല. കാരണം ഇതൊരു ചെറിയ ഐലൻഡ് അല്ലേ, അപ്പോൾ എങ്ങോട്ട് പോയാലും എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും. എന്നാലും ഓരോ ഐലൻഡുകളിൽ നമുക്ക് കാണുന്ന അവിടുത്തെ കൾച്ചർ എന്ന് പറയുന്നത് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇപ്പോൾ ഈ ഒരു ഐലൻഡിൽ ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇവിടുത്തെ ആളുകളുടെ രീതികളും ബാക്കിയുള്ള സംഭവങ്ങളും. അറ്റ്ലീസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ വിഷ് ചെയ്യാനെങ്കിലും വില്ലിങ് ആണ്. ഇപ്പോൾ വെറുതെ ഒരാളെ കണ്ടാൽ പോലും ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ വെറുതെ നമ്മൾ ബസ്സിലിരിക്കുകയാണ്. ബസ്സിൽ കയറി വരുന്ന ഒരാൾ ബസ്സിൽ ഇരിക്കുന്ന ആൾക്കാരോട് ഗുഡ് ആഫ്റ്റർനൂൺ പറയും. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ ബസ്സിലിരിക്കുന്ന ആൾക്കാരോട് ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നത്? ഇല്ലെങ്കിൽ ഇവിടെ വന്ന് നോക്കിയത് കാണും. ബസ്സിലെ ഡ്രൈവറോട് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഒക്കെ ഓരോ കൾച്ചറാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യുക, ഹാവ് എ ഗുഡ് ഡേ എന്ന് പറയുക, ഹാവ് എ നൈസ് ഡേ എന്ന് പറയുക, ഒരു ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, താങ്ക് യു, വെൽക്കം, ഒക്കെ എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ പറ്റും. ഞാനിപ്പോൾ ഐലൻഡിൻ്റെ ഈ ഒരു മറ്റൊരറ്റത്തേക്കാണ് പോകുന്നത്. അതായത് ബർമുഡയുടെ ഒരു അറ്റം എന്ന് പറയാവുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടുത്തെ വീടുകളൊക്കെ നോക്ക്, എല്ലാ വീടിനും വ്യൂ ഉണ്ടാവും. അതായത് ഇവിടെ ഒരു 90% ഓഫ് വീടുകൾക്കും ഈ രാജ്യത്ത് സീ വ്യൂ ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സീ വ്യൂ വീടുകളായിരിക്കും എല്ലാം കടൽ വ്യൂ വീടുകൾ, മുടിഞ്ഞ വ്യൂ ഉള്ള വീടുകൾ. ഓ, ഇത് പൊളി, നല്ല കിഡിലൻ കളറ്. എന്താല്ലേ, എന്ത് ഭംഗിയുള്ള വീടുകൾ. ഇത്രയും ഭംഗിയുള്ള വീടുകൾ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല ഗൈസ്. ഇവിടെയാണ് ഞാൻ ഇത്രയും ഭംഗിയുള്ള വീടുകൾ കാണുന്നത്. ചില സമയത്ത് നമുക്ക് ഗ്രീസിലൊക്കെ ഇതുപോലത്തെ കുറച്ച് കാഴ്ചകളുണ്ടെന്നൊക്കെ തോന്നുന്നു. പക്ഷേ ദിസ് പ്ലേസ് ഈസ് വെരി ലിറ്റ്. ഒരു രക്ഷയില്ല, കിടില ലിറ്റ് സ്ഥലം. അടുത്തും വലിയ ഈ പറഞ്ഞ പോലെ വലിയ മതിലുകളോ അങ്ങനത്തെ സംഭവങ്ങളോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ചെറിയ കുഞ്ഞൻ മതിൽ, ജസ്റ്റ് അതിർത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിക്കാൻ വേണ്ടി മാത്രം. അതല്ലാതെ പിന്നെ ഉള്ളത് നമുക്ക് ഈ ചെടികൾ വെച്ചിട്ട് അവർ മറച്ചു വെച്ചിരിക്കുന്നതാണ്. പക്ഷേ അത് അവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഈ ഭാഗത്തേക്ക് വന്നപ്പോഴത്തേക്കിന് ഇവിടെ ഒന്നുമില്ല. നമ്മളിപ്പോൾ നോർത്തേൺ ബർമുഡ റീജിയനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മൾ ഇത്രയും നേരം ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലമാണത്. അവിടെ നിന്നാണ് ആ ഫെറിയൊക്കെ പോയതും നമ്മൾ ഇത്രയും നേരം ചുറ്റിക്കറങ്ങി നടന്നതും ടൗൺ ഹാൾ കണ്ടതൊക്കെ ആ കാണുന്ന സ്ഥലത്താണ്. എനിക്ക് എന്ത് ഭംഗിയല്ലേ. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും ഈ ഒരു നിരത്തുകളൊക്കെ ആണെങ്കിൽ പോലും നോക്ക്, ഇവിടെ നിരത്തിലൊക്കെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. നൈസ് ബ്രോ, ഒരു രക്ഷയില്ല, കിടില സ്ഥലം. സൈക്കിൾ ടൂറിന് വന്ന കുറച്ച് ആൾക്കാർ ഇതിലൂടെ പോകുന്നുണ്ട്. സൈക്കിൾ ടൂറിന് വന്ന ആൾക്കാരാണ് തോന്നുന്നു. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഗേറ്റ്സ് ഫോർട്ട് പാർക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ ഈ ഒരു രാജ്യത്തിൻ്റെ നോർത്തേൺ അറ്റത്തുള്ള ഒരു പാർക്കിലേക്കാണ്. ഡൈവേഴ്സ് ഫോർട്ട് എന്ന് പറയുന്ന 1600, 1700 കാലഘട്ടങ്ങളിൽ നിർമ്മിച്ച ഒരു ഫോർട്ടിലേക്കാണ് ഞാൻ എത്തുന്നത്. ഈ ഫോർട്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ബർമുഡയെ രക്ഷിക്കാൻ വേണ്ടി, അല്ലെ ബർമുഡയുടെ അറ്റത്തായിട്ട് ഇങ്ങനെ പണിത ഒരു സംഭവങ്ങളായിരിക്കണം. ഇതൊക്കെ മറ്റേ വോൾക്കാനിക് ഇറപ്ഷൻ്റെ കല്ലുകളാണോ? അതേപോലെയൊക്കെ നമുക്ക് തോന്നും പലതും. ഇത് കണ്ടില്ലേ, ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഐസ്ലാൻഡിൽ കണ്ടതല്ലേ, അതുപോലത്തെ കാര്യങ്ങൾ. ഈവൻ നമ്മൾ ഇതുപോലുള്ളൊരു വന്യമായിട്ടുള്ളൊരു സ്ഥലത്ത് പോയാൽ പോലും അവിടെ പോലും വളരെ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻഡ് ആയിട്ട് ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ എയർപോർട്ടിൻ്റെ പരിസരങ്ങളായതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ഒന്നും ഡ്രോൺ പറത്താൻ പറ്റാത്തത്. എൻ്റെ ഡ്രോൺ പൊങ്ങുന്നില്ല. ഞാൻ ആക്ച്വലി ട്രൈ ചെയ്താണ്, പക്ഷേ ഡ്രോൺ പൊങ്ങുന്നില്ല. ഇതുണ്ടോ, ഇവിടെയുണ്ട് 2 പീരങ്കികൾ. ഉണ്ടോ, കിടില സ്ഥലം. വാവ്, പൊന്നെ എന്ത് രസമാണെന്ന് നോക്ക്, എന്ത് ഭംഗിയാണെന്ന് നോക്ക്. ബ്ലൂ കളറിലെ വെള്ളം ഇങ്ങനെ നമുക്ക് കാണാം. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അടിയിൽ വരെ കാണാവുന്ന രീതിയിലുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം. വാവ്, നൈസ്. പൊളിച്ചല്ലേ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഉള്ളത് അലക്സാണ്ട്ര ബാറ്ററി പാർക്ക്. യെസ്, എന്താ സംഭവം എന്നറിയാമോ? നിങ്ങൾക്കറിയത്തില്ലേ നമ്മുടെ സുൽത്താൻ ബത്തേരിയുടെ ശരിക്കുള്ള പണ്ടത്തെ പേര് സുൽത്താൻസ് ബാറ്ററി എന്നായിരുന്നു എന്ന്? യെസ്, അതെന്താ സംഭവം എന്നറിയുമോ? സുൽത്താൻസ് ബാറ്ററി അതേപോലെ തന്നെയുള്ള സംഭവമാണ് ഇവിടെ നമുക്ക് അലക്സാണ്ട്ര ബാറ്ററി പാർക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു പാർക്ക്. ഇവിടെ 1900 കാലഘട്ടങ്ങളിൽ നിർമ്മിച്ചതാണ്. അവിടെ ഈ പറഞ്ഞ പോലെ പണ്ട് വെടി വയ്ക്കുന്നതിനും ബാക്കിയുള്ള ആവശ്യങ്ങൾക്കും ഒക്കെ ഉപയോഗിച്ചിരുന്ന വെടിപ്പുരയാണ് ബേസിക്കലി ഇത്. അതാണ് ബാറ്ററി പാർക്ക് എന്ന് പറയുന്നത്. 1900 കാലഘട്ടങ്ങളിൽ പീരങ്കിയൊക്കെ വെച്ച് അവർ വെടി വെച്ചുകൊണ്ടിരുന്ന ആ ഒരു സംഭവം
ആ ഒരു വെടിപ്പുരയും പരിപാടികളൊക്കെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സെയിൻറ്റ് ജോർജ് പാരിഷ് ബർമുഡ ഫോപ്ഷേഴ്സ് ബിൽഡിംഗ് ബേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ കുറേ കാര്യങ്ങൾ പഴയ ചരിത്രങ്ങളൊക്കെ എഴുതിയ ഫലകങ്ങളും മറ്റുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ ഒരു മഴക്കാർ വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമില്ലാതില്ല. ഇവിടെ ഒരാൾ ഒറ്റയ്ക്ക് ബീച്ചിൽ. You alone in this beach? Are you alone here? No, my friend is. Oh, really? Okay, fine. Not be that foolish. അവർ പറഞ്ഞു കേട്ടോ, I would not be that foolish. യെസ്, നല്ല കിടിലം ബീച്ച്. ചെറിയൊരു ബീച്ചിൻ്റെ ഒരു സൈഡാണ്. അപ്പോൾ ഇവിടെ ആ ഭാഗത്ത് എവിടെ ഒരു വേറെ ഹോഴ്സ് ഷൂ ബീച്ച് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ഞാൻ ഇപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഞാൻ ബെസ്റ്റ് ഇവിടെ ഈ ഒരു ഭാഗം കണ്ടപ്പോഴത്തേക്കും ഒന്ന് കാല് കഴുകാൻ തിരുതി വന്നതാണ്. Jellyfish? There's one What? jellyfish. Jellyfish? Oh, really? Is that dangerous? They sting. They stings, yeah, okay. Okay, fine. Where are you coming from? There it is. Right No, where are you coming from? there. The ship. You came from ship? Okay, fine. The section. Okay. There, that's a jellyfish. Oh, that's a jellyfish. Yeah, but if you put water on it, it's clear. So like in the water, they're clear, and you have to like watch for them. ഇത് നോക്കിയേ, ഇതാണ് ജെല്ലി ഫിഷ് ഉണ്ടോ? ഇത് ഇവിടുത്തെ എന്തോ ഒരു ടൈപ്പ് ജെല്ലി ഫിഷ് ആണ്. നോക്കിയേ. For American tourists, this is a big beach for sea glass. എൻജോയ്. See you. അതെന്ത് ഫിഷാ അത്? എന്തൊരു സംഭവമാണ് കേട്ടോ അത്. അതിങ്ങനെ സ്റ്റിങ്ക് ചെയ്യുമെന്നാണ് അവർ പറയുന്നത് ദേഹത്ത് കൊണ്ട് കഴിഞ്ഞാൽ. എന്തോ അറിയില്ല. ഞാൻ ആക്ച്വലി ഇന്ന് ചെരുപ്പൊക്കെ ഇട്ടിട്ട് വന്നത് ബീച്ചിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചാണ്. ഞാൻ പക്ഷേ ഇറങ്ങാൻ പറ്റുന്ന ബീച്ച് ഇതുവരെ കണ്ടില്ല. അത് തപ്പിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ബർമുഡയിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് ബീച്ചിൽ ഇറങ്ങണ്ടേ. ഞാൻ ഇന്ന് ഇത്തവണ നാട്ടിൽ നിന്ന് വരാൻ നേരം ഞാൻ സ്നോർക്കൽ ചെയ്യുന്ന സാധനമുണ്ട് എൻ്റെ കയ്യിൽ. സ്നോർക്കലൊക്കെ എടുത്തിട്ട് ഞാൻ പെട്ടിക്കകത്ത് വെച്ചതാണ്. പെട്ടിക്ക് വെയിറ്റ് കൂടുമെന്ന് കരുതി ഞാൻ പിന്നെ അതെടുത്ത് മാറ്റി വെച്ച്. ഇവിടുത്തെ വീടുകൾ നോക്കടേ, അസാധ്യ വ്യൂ ഉള്ള വീടുകളാണ് കണ്ടോ. ഇതൊക്കെ ഇവിടുത്തെ വീടുകളാണ്. എല്ലാം ഈ പറഞ്ഞ പോലെ സീ വ്യൂ, കടൽ വ്യൂ. എന്ത് വൃത്തിയാണെന്നറിയോ. എൻ്റെ പൊന്നു രക്ഷയില്ല, വീട്ടിലെ സ്ഥലം. അയ്യോ, എനിക്ക് ആ വെള്ളത്തിൻ്റെ കളറ് കണ്ടിട്ട് സഹിക്കണില്ല. എൻ്റെ ദൈവമേ, ഇവിടെ ഡ്രോൺ പറത്താൻ പറ്റാത്തത് ഭയങ്കര വിഷമമായിട്ടോ. എന്ത് കിടിലം സംഭവം എന്നറിയോ. എയർപോർട്ടിൻ്റെ പരിസരം ആയതുകൊണ്ട് നമുക്ക് ഡ്രോൺ പറത്താൻ പറ്റാത്തത്. നാളെ നമുക്ക് വേറെ ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്കും ഞാൻ ഡ്രോണൊക്കെ പറത്തി കാണിച്ചു തരാം, നല്ല കിടിലം കാഴ്ചകളൊക്കെ. സോ ദിസ് ഏരിയ ഈസ് ആക്ച്വലി നൈസ്. അയ്യാ, അന്നേ ഇപ്പോൾ വീണേനെ, ഞാൻ അപ്പുറത്തോടെ പോകേണ്ടായിരുന്നു, പക്ഷേ ഇറ്റ്സ് ഓക്കെ. ഇതാണ് നമ്മുടെ എന്തോ ബേ ആണ്, ഡ്രൂ ബേയോ എന്തോ സാധനം. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു സെമിത്തേരിയാണ്. ആ സെമിത്തേരിയുടെ അപ്പുറത്ത് ഇവിടെ ഈ കാണുന്ന സ്ഥലം കണ്ടോ, ഇതിവിടെ ഒരു പ്രൈവറ്റ് ബീച്ചാണ്. നോക്കി, ആ പ്രൈവറ്റ് ബീച്ച് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു 2 പേര് മാത്രമേ ഉള്ളൂ അവിടെ. നോക്കി, അതൊരു കിടിലം ബീച്ച്. അവർ 2 പേരും മാത്രം, ഒരു കപ്പിൾ അവിടെ അവരവിടെ എൻജോയ് ചെയ്യുന്നു. അടിപൊളി. ഇങ്ങനത്തെ കുറേ കുഞ്ഞു പ്രൈവറ്റ് ബീച്ചുകൾ ഇവിടെ ഉണ്ട്. യു ക്യാൻ കം ആൻഡ് എക്സ്പ്ലോർ. കൊള്ളാം കേട്ടോ സ്ഥലം. ശരിക്കും ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് വരാൻ പറ്റുന്നത് അമേരിക്കയിൽ നിന്നാണ്, ന്യൂയോർക്കിൽ നിന്നോ ബോസ്റ്റൺ നിന്നൊക്കെയാണ്. പിന്നെ ലണ്ടനിൽ ഫ്ലൈറ്റ് ഉണ്ട്, പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ്. കാരണം ഒരു വിമാനമേ ഉള്ളൂ, ബ്രിട്ടീഷ് എയർവേസിൽ. കാരണം എന്തായാലും ഓപ്പറേറ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ അവർക്ക്. കാരണം ഇവിടെ ബ്രിട്ടീഷിൻ്റെ സ്ഥലമാണല്ലോ. പിന്നെ അത് എക്സ്പെൻസീവാണ്. പിന്നെ അമേരിക്ക വരുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 ദിവസം മാക്സിമം. പിന്നെ ഡിപ്പെൻഡ്സ് അപ്പോൺ നിങ്ങൾക്ക് എത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾക്ക് റിലാക്സ്ഡ് ആവണം, നിങ്ങൾ ഭയങ്കര റിച്ച് ആണ്, സൂപ്പർ റിച്ച് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ദിവസം വേണേലും വന്ന് താമസിക്കാം. സോ ഇത് നോക്കുക ഗൈസ്. അടിപൊളി വരെ കിട്ടിയില്ല സ്ഥലം അല്ലേ, പൊളിച്ച്. ഈ കാണുന്നത് ഇവിടുത്തെ സെയിൻറ്റ് റെജിസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ്. ഈ ഹോട്ടലിന് ഇവിടെ ഒരു പ്രൈവറ്റ് ബീച്ച് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഹോട്ടലിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ അധികം പൈസയൊന്നുമില്ല. $900 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 75,000-80,000 രൂപ അത്രയൊക്കെ ഉള്ളൂ. മിനിമം ഒരു 60,000 70,000 ആ റേഞ്ചൊക്കെയാണ് ഇവിടുത്തെ ഈ ഒരു ഹോട്ടലിലെ റൂമിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അവിടെ ഒരു മനോഹരമായിട്ടുള്ള ചെറിയൊരു കോട്ട പോലെയൊക്കെ കാണാം. ഇതൊരു പ്രൈവറ്റ് ബീച്ച് പോലെ ആ ഒരു റിസോർട്ടിൻ്റെ ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ബീച്ച് ഏരിയ ആണ് ഈ കാണുന്നത്. കണ്ടോ, അടിപൊളിയല്ലേ, കിടലിനല്ലേ. ഇത് വലിയ ഹോട്ടലാണ് കേട്ടോ, ഇത് സെയിൻറ്റ് റെജിസ്. അടിപൊളി. ഇത് എന്തോരം വലിയ ഹോട്ടലാണ് ഇത്. ഹോട്ടലിൻ്റെ മുമ്പിൽ പാർക്കിംഗ്, അത് മറ്റേ അവരുടെ ബാറ്ററി കാറും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഹോട്ടൽ സെയിൻറ്റ് റെജിസ്. നൈസ്. ആ സെയിൻറ്റ് റെജിസ് ഹോട്ടലിൻ്റെ അപ്പുറത്ത് നമ്മളൊരു ഫോർട്ട് കണ്ടില്ലേ, ഒരു ഫോർട്ട് സെയിൻറ്റ് കാതറിൻ എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫോർട്ടാണിത്. നമുക്ക് ആ ഒരു ഫോർട്ടിൻ്റെ മേളിൽ കൂടെ പോയി കാണാം. ഇവിടെ
ഈ ഒരു ബർമുഡ ഐലൻഡിൻ്റെ പല ഭാഗത്തായിട്ട് പല സ്ഥലത്ത് നമുക്ക് പലതരത്തിലുള്ള പല വലിപ്പത്തിലുള്ള ഫോർട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ അതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാം നല്ല അടിപൊളി സ്ഥലങ്ങളാണ്, സ്ട്രാറ്റജിക് ലൊക്കേഷൻസ് ആണ്. പണ്ട് കാലത്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ബേക്കലിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെയുള്ള കോട്ടകളാണ്. പണ്ടെല്ലാം ഇത്തരത്തിലുള്ള കോട്ടകളും പിന്നെ പീരങ്കികളും വെച്ചിട്ട് ഈ പറഞ്ഞ രീതിയിൽ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരുമ്പോഴത്തേക്കിനും കടൽ വഴിയാണല്ലോ ബേസിക്കലി എല്ലാവരും വരുന്നത്. അറ്റാക്ക് ചെയ്യാൻ വരുമ്പോഴത്തേക്കിനും എല്ലാത്തിനെയും വെടിവെച്ച് ഓടിക്കുക എന്നുള്ള പരിപാടിയായിരുന്നല്ലോ. അതാണ് നമുക്കിവിടെ കാണുന്നത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കയറാനായിട്ട്, നാഷണൽ ഹെറിറ്റേജ് സ്ഥലങ്ങളിൽ കയറാനായിട്ട് എൻട്രൻസ് ഫീയോ അങ്ങനത്തെ പരിപാടികളോ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് കയറാൻ എൻട്രൻസ് ഫീ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഉണ്ടാവുമായിരിക്കുമല്ലോ, അടിപൊളി സ്ഥലമാണല്ലോ, വെൽ മെയിൻറ്റൈൻ ആണല്ലോ. നോക്കി, ഓ വാവ്, ദാറ്റ്സ് നൈസ്. കിടില സ്ഥലം ഗൈസ്. അതിനകത്തോട്ട് കയറി വന്നപ്പോഴത്തേക്കിനും ഒരു ചെറിയ മ്യൂസിയം പോലത്തെ ഒരു സെറ്റപ്പ്. പിന്നെ അവിടെ നിന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങി പോകുന്നു ഗൈസ്. നോക്കി, ഇങ്ങനെ എന്തൊക്കെ സെറ്റപ്പുകളാന്ന് നോക്ക്. വാവ്, ഇത് നമ്മൾ മറ്റേ പലതരത്തിലുള്ള ബങ്കറുകൾ കണ്ടില്ലേ, അതേപോലെ തന്നെ ലൈറ്റ് പാസേജ് എന്നും പറഞ്ഞിട്ട് ലൈറ്റ് കടന്നു വരുന്നതിനോ പാസേജ്. പിന്നെ ഇതെന്താ ഇത്, എന്തൊക്കെയോ ഭൂഗർഭ പരിപാടികളാണ്. നമ്മൾ പല സ്ഥലത്തും ഇതുപോലെയുള്ള പണ്ടത്തെ ബങ്കറുകൾ കണ്ടിട്ടില്ലേ, അതാണ് സംഭവം. ലൈറ്റ് പാസേജ്. ഇതിനകത്ത് ഇങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ ഉണ്ടെന്ന് ഞാൻ മേളിൽ നിന്ന് കണ്ടപ്പോൾ വിചാരിച്ചില്ല കേട്ടോ. കോട്ട എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനേ, അതായത് ഇത് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇവിടെ പല ആൾക്കാരും വന്നിട്ടുണ്ടല്ലോ. പല രീതിയിലുള്ള പരിപാടികൾ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ മാറി ഈ പറഞ്ഞ പോലെ ഓരോ സ്ഥലം കൈയടക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പരിപാടികളല്ലേ. മാഗസിൻ 1880 കാലഘട്ടങ്ങളിലെ കാര്യങ്ങൾ. ഇതിങ്ങനെ പോയി ഇത് എങ്ങോട്ടാണ് പോകുന്നത്, ഒരു ഐഡിയ ഇല്ലല്ലോ. ഓ മൈ ഗോഡ്, ഷെല്ലിൻ്റെ നോക്കി, പണ്ടത്തെ ഷെല്ലുകളാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് ഷെല്ലാക്രമണം എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടില്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഷെല്ലുകളാണ്. ഇത് ചെറിയ വെയിറ്റ് ഒന്നുമല്ല ഗൈസ്, ഭയങ്കര വെയിറ്റുള്ള സാധനങ്ങളാണിത്. ഇതും വെച്ചിട്ടാണ് അവന്മാർ പണ്ടൊക്കെ ആക്രമിച്ചുകൊണ്ടിരുന്നത്. 1870 ഓൾ അമ്യൂണീഷൻ ഫോർ ബ്രിട്ടീഷ് ആർട്ടിലറി വാസ് മാനുഫാക്ചർഡ് അറ്റ് ദ വോൾവിച്ച് ലണ്ടനിൽ നിന്നുണ്ടാക്കി കൊണ്ടുവന്ന സാധനങ്ങളാണിത്. അടിപൊളി. ഫോർട്ട് സെയിൻറ്റ് കാതറിൻ്റെ കംപ്ലീറ്റ് മാപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ അപ്പർ ബാറ്ററി, ലോവർ ബാറ്ററി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ എനിക്കൊന്ന് ലോവർ ബാറ്ററിയിലാണുള്ളത്. ഓ വാവ്, ഇതിനകത്ത് കുറേ ആൻറ്റീക്ക് വെപ്പൺസൊക്കെ വെച്ചിട്ടുണ്ട്. പണ്ട് കാലത്തെ കുറേ വെപ്പൺസും പിന്നെ പല സംഭവങ്ങളൊക്കെ. പണ്ടത്തെ ആളുകളുടെയൊക്കെ വസ്ത്രം നോക്കി, പണ്ടത്തെ ഈ പടനായകന്മാരും ബാക്കിയുള്ള ആൾക്കാരും പിന്നെ ഓരോരോ റെജിമെൻറ്റിലെ പട്ടാളക്കാരും അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ വസ്ത്രങ്ങൾ നോക്കി. നമ്മളിപ്പോൾ ഈ സെയിൻറ്റ് ജോർജ് എന്ന് പറയുന്നത് ഗേറ്റ് വേ ഓഫ് ബർമുഡയാണ്. അതായത് ബർമുഡ എന്ന് പറഞ്ഞ ഈ രാജ്യത്തേക്ക് ഒരു കപ്പലോ മറ്റ് സംഭവങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും കടൽ മാർഗം വരുമ്പോഴത്തേക്കും അവരുടെ ഗേറ്റ് വേ ആയിരുന്ന ഒരു സ്ഥലമാണ് ഈ സെയിൻറ്റ് ജോർജ് എന്ന് പറയുന്ന ഈ സ്ഥലം. അതാണ് ഈ സ്ഥലത്തിന് ഇത്രയും പ്രത്യേകതയുള്ളത്. ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടിയാണ്. I'm sorry? Everything's good? Yeah, all good. What, that's a camera stick? That's a camera? Yeah, it's a camera. That's small. It's small. Even this is a camera. Oh, okay. Yeah. Wow. Okay, cool. Nowadays cameras are very small. Oh, nice and compact. Yeah, it's compact. Yeah, that's true. Yeah. ഈ കാണുന്ന സാധനം കണ്ടോ, ഇത് നമ്പർ 6 ഗൺ. ഇതിങ്ങനെ തിരിച്ചും മറച്ചുമൊക്കെ വെടിവെക്കുന്നതിന് വേണ്ടിയുള്ള ട്രാക്ക് റെയിൽസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടല്ലോ ഇവിടെ നോക്കി. ഇത് കണ്ടോ, എൻ്റെ പൊന്നു, എന്ത് വെയിറ്റ് ഉണ്ടാവും. എത്ര ആൾക്കാർ മാനുവലി ആയിരിക്കും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ സാധനങ്ങൾ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ. നമ്മൾ വേറെ ടൈപ്പ് പല സാധനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ദിസ് ഈസ് സംതിങ് ന്യൂ ഫോർ മീ. ഇത് പൊളിച്ചു, അത് കയറി എന്തായാലും വർത്തായി. ആ നേരത്തെ കണ്ട നമ്മുടെ ഷെല്ലൊക്കെ ഇല്ലേ, അതൊക്കെ ഇതിനകത്തൂടെയാണ് ഈ പറഞ്ഞ കടലിലേക്ക് ഉന്നം നോക്കി വിട്ടുകൊണ്ടിരുന്നത്. കണ്ടോ, അതാണ് സംഭവം. പക്ഷെ എൻ്റെ പൊന്നു, ഇത് കൊള്ളാട്ടോ. ഇത് ഞാൻ ഇത്രയും വലിയ ഒരു നമ്മൾ ഈ പീരങ്കി എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷേ ഇങ്ങനത്തെ ഒരു റെയിലിൽ ഓടിക്കുന്ന പീരങ്കി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഇപ്പുറത്തും ഉണ്ട് ഇതേപോലെ. കണ്ടോ, ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഷെല്ല് വെക്കുന്നതും അതേപോലെ തന്നെ ഇവരുടെ മറ്റ് പല ഇത് തള്ളാനും അടിക്കാനും അങ്ങോട്ടുമൊക്കെ കൊണ്ടുപോകാനുള്ള എക്യുപ്മെൻറ്റ്സും ബാക്കിയുള്ള വെക്കുന്ന സ്ഥലം. ക്യാനോൺ ബോൾ എന്ന് പറയുന്ന അവരുടെ ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാധനം. അപ്പുറത്ത് നമ്മൾ കണ്ടതിൽ നിന്നുള്ള ഒരു കുറച്ച് ഡിഫറെൻ്റ് ഒരു മോഡലുള്ളൊരു സാധനമാണ് ഈ കാണുന്നത്. കൊള്ളാം. അത് ഈ പറഞ്ഞ പോലെ തുറന്നിട്ട് പണ്ട് ഇത്തരത്തിൽ ആൾക്കാർ വരുന്നത് നോക്കിയിട്ട് നമ്മൾ അവരെ തകർക്കാനായിട്ട് ഷെല്ല് പീരങ്കിയൊക്കെ അയക്കും. ഇപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്,
ഇപ്പം മറ്റേ ഡ്രോണുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിനും നമുക്ക് അതിനെ പ്രതിരോധിക്കാനായിട്ട്, മിസൈലുകൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് റഷ്യൻ നിർമ്മിത മറ്റേ എക്യുപ്മെൻറ്റ്സൊക്കെ ഉള്ളതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ മറ്റേ ആധുനിക വേർഷൻസാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഓരോ എന്താ പറയുക ഡ്രോൺ ഡിറ്റക്ഷനും അതേപോലെ തന്നെ മിസൈൽ ഡിറ്റക്ഷൻ യൂണിറ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കടലിലൂടെ ആക്രമിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ എല്ലാവരും ആകാശം വഴി അതും ആളില്ലാത്ത സാധനങ്ങളൊക്കെ വിട്ടിട്ടല്ലേ ആക്രമിക്കാൻ വരിക. ഇതിൻ്റെ മറ്റൊരു വേർഷൻ. ഓ വാവ്, ഫോർട്ട് സെയിൻറ്റ് കാത്തറീൻ. നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ ഇതുപോലത്തെ സാധനങ്ങൾ കാണാൻ പറ്റും, ഇഷ്ടം പോലെ. അതുകൊണ്ട് ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. പുതിയതാണ് തോന്നുന്നത്. അങ്ങനെ പല സ്ഥലത്തായിട്ട് നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള പലതരത്തിലുള്ള ഇതുപോലത്തെ ഷെല്ല് വിടുന്ന ഇത്തരത്തിലുള്ള സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. കണ്ടോ, നമ്മുടെ സെയിൻറ്റ് റീജീസ് ഹോട്ടൽ, അവിടെ ആൾക്കാർ വെയിലത്ത് ബീച്ചിൽ കിടപ്പുണ്ട്. ഹോട്ടലിന് ഇപ്പുറത്ത് നമ്മൾ ദൂരെ നോക്കുമ്പോഴത്തേക്കിനും ഈ ഒരു കോട്ട നമ്മൾ ഇത്രയും ഒരു സംഭവമാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ദിസ് ഈസ് റിയലി ഗുഡ് നൗ. ഇവിടെ വന്നത് എന്തായാലും ഭയങ്കര വർത്തായിപ്പോയി. ഞാൻ മറ്റേ സൺസ്ക്രീനൊക്കെ തേച്ചിട്ടുണ്ട്, പക്ഷേ കാര്യമൊന്നുമില്ല, അത് പൊള്ളി പണ്ടാരുണങ്ങിപ്പോൾ അതുപോലെ വെയിലാണ്. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കുറച്ച് ടൂറിസ്റ്റുകളെ ഒന്ന് കാണുന്നത്. 1614 നമ്മളിപ്പോൾ കണ്ട ഈ കോട്ടയുടെ ആദ്യത്തെ സ്ട്രക്ചർ നിർമ്മിച്ചത്. പിന്നീട് 19th സെഞ്ച്വറിയിൽ വരെ അതിങ്ങനെ റിനോവേറ്റ് ചെയ്ത് കൊണ്ടുവന്നിരുന്നു. പോർട്ടിൽ നിന്ന് ഇറങ്ങി മുന്നോട്ട് വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഒരു പ്രൈവറ്റ് ഒരു ടുബാക്കോ ബേ എന്നും പറഞ്ഞുകൊണ്ടൊരു സ്ഥലം, പ്രൈവറ്റ് ബീച്ച് പോലത്തെ ഒരു സ്ഥലമാണ് ടുബാക്കോ ബേ. പ്രൈവറ്റ് ബീച്ചാണ്, എന്താ സംഭവം അറിയത്തില്ല. ഇവിടെ കുറേ ആൾക്കാരിങ്ങനെ വരുന്ന കാണാം. ഒന്ന് പോയി നോക്കാം എന്നാ പരിപാടി നോക്കട്ടെ. ഇവിടെ എന്നാ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടുബാക്കോ ബേ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇതെന്താ പരിപാടി നോക്കട്ടെ. വെൽക്കം ടു ടുബാക്കോ ബേ. കൊള്ളാലോ. ഇവിടെ ഡ്രിങ്ക് കഴിക്കണം നിർബന്ധമൊന്നുമില്ലെന്ന് തോന്നുന്നു കേട്ടോ. ബീച്ചിലൊക്കെ ഇറങ്ങാം. ഇത് ഓപ്പൺ പ്ലേസ് ആണ്. അതായത് ഇവിടെ വന്നിട്ട് നമുക്ക് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുക ആൾക്കാർക്ക്. ഒപ്പം ഈ കാണുന്ന ബീച്ചിലിറങ്ങി കുളിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുകയും ചെയ്യാം. അതാണ് ഈ പരിപാടി. കണ്ടില്ലേ സ്ഥലം, അങ്ങനത്തെ സ്ഥലമാണിത്. പക്ഷേ ഇവിടെ ആൾക്കാരെന്താ ഇവിടെ ഇങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. സൺസ്ക്രീനൊക്കെ തേച്ച് ഇറങ്ങുന്നുണ്ട് എന്തായാലും. കൊള്ളാമല്ലേ, നൈസ് സ്ഥലം. അവിടെ കുടകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അതിനകത്തൊക്കെ പോയി അതിൻ്റെ അടിയിലൊക്കെ വേണമെങ്കിൽ പോയിരിക്കാം. വെള്ളത്തിൽ വെയിലത്ത് അതിൻ്റെ അടിയിലൊക്കെ പോയിരിക്കാം. ഇവിടെ ആൾക്കാർ സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ എന്തിനും സ്നോർക്കലിംഗ് ചെയ്യാനുള്ളത് എനിക്കറിയില്ല കേട്ടോ. മേ ബി അത്രയും നല്ല സ്നോർക്കലിംഗ് ആവശ്യമില്ല, ചുമ്മാ മേളിൽ നോക്കിയാൽ മതി. കാരണം അത്ര ക്ലിയറാണ് സംഭവം, അത്ര ക്ലിയറായിട്ട് കാണുകയും ചെയ്യാം. എന്നിട്ട് അവിടെ താഴെ ആൾക്കാർ സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. മേ ബി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. താഴെ കുറേ ആൾക്കാരൊക്കെ ഇവർ എത്തിക്കണം. അവിടെ കുറേ ഫിഷ് ഉണ്ട്, അതുകൊണ്ടാണ് ആൾക്കാർ സ്നോർക്കൽ ചെയ്യുന്നത്. അവിടെ കുറേ ഫിഷ് ഉണ്ട്. ഇതുപോലത്തെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കളിക്കേണ്ടവർക്ക് ഇവിടെ നിന്ന് കളിക്കാം, കഴിക്കേണ്ടവർക്ക് അവിടെ നിന്ന് കഴിക്കാം. സോ അങ്ങനെ പല പല സ്ഥലങ്ങളിലേക്ക് ഇറങ്ങിപ്പോവാം, തിരിച്ച് കയറിപ്പോവാം. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ബീച്ച് ഇങ്ങനെ അല്ല കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഒരു സെറ്റപ്പിനെക്കാട്ടിലും ലെറ്റ്സ് സീ എന്തായാലും ചെയ്യാം. ഇവിടെ ചെയറിനും അംബ്രല്ലയ്ക്കൊക്കെ പൈസ കൊടുക്കണം. ബീച്ചിലിറങ്ങാൻ പൈസ കൊടുക്കണ്ട. $70 ചെയറിനും അംബ്രല്ലയ്ക്ക്. ഞാൻ കടയിൽ നിന്നൊരു ഡ്രിങ്ക് വാങ്ങിച്ചാണ് ഒരു സാധനം. താങ്ക് യു. അപ്പോൾ അതിന് പോലെ ഒരു ടിപ്പൊന്നും പറഞ്ഞിട്ട് എഴുതുന്നുണ്ട്. ചുമ്മാ കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. ഞാനിവിടെ ഒരു പ്രൈവറ്റ് ബീച്ച് നമ്മൾ നേരത്തെ കണ്ടില്ലേ, അവിടേക്ക് ഇറങ്ങാമെന്ന് കരുതി വന്നതാണ്. അയ്യോ, ചുട്ടുപൊള്ളുന്ന വെയിലും ബാക്കിയുള്ള സംഭവങ്ങളും. അയ്യോ, ഇവിടെ താഴെ 2 പേരുണ്ടല്ലോ. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് പോയി നോക്കാം. ഇത് ഇങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഇപ്പോൾ താഴെ ചെറിയൊരു രീതിയിൽ ഇങ്ങനെ കടലിങ്ങനെ കയറി കിടക്കുന്ന പോലെ തന്നെയുള്ള ഒരു സ്ഥലം. എന്ത് ഭംഗിയാണ് നോക്കി, എന്ത് കളറല്ലേ, എന്ത് രസമല്ലേ കാണാനായിട്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതുപോലെ ഈ പച്ചപ്പും അതേപോലെ തന്നെ നീല കളറിലുള്ള ഇത്തരത്തിലുള്ള ഈ ഒരു കടൽ നമുക്ക് വേറെ എവിടെയും കാണാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്തായാലും ഞാനൊന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അവിടെ 2 പേരുണ്ട്, അത് കുറേ നേരമായിട്ട് അവിടെ ഉള്ളതാണ്. ഞാൻ താഴേക്ക് ഇറങ്ങാണ്. ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഒരു 10-20 മിനിറ്റ് എന്നോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഇവിടെ എത്ര നേരം. അവർ ക്രൂസിൽ വന്ന ആൾക്കാരാണ്. അവർ മാപ്പിൽ കണ്ടുപിടിച്ചാണ് ഈ ഒരു കിഡിലൻ പ്ലേസ്. അവർ ഒരു 2 മണിക്കൂറോളം ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ ക്രൂസിലേക്ക് തിരിച്ചു വരാനുള്ള സമയമായി. സോ ദാറ്റ്സ് വൈ ദേ ആർ ഗോയിങ് എന്ന് പറഞ്ഞിട്ട് അവർ യു ഗോ എൻജോയ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് സംസാരിച്ചിട്ട് പോയി. സോ ലെറ്റ് മീ എൻജോയ് ഹിയർ. ഞാൻ കടലിലിറങ്ങാണ്. ഹായ്. ഞാൻ ഇറങ്ങാൻ പോയപ്പോഴത്തേക്കിനും ഒരു പെണ്ണും കൂടെ വന്നു. ഓ, ഇത് സെറ്റപ്പ് സ്ഥലം കേട്ടോ, നല്ല അടിപൊളി സ്ഥലം. ആഴം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നല്ല നീറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി നീറ്റ്. അതായത് നല്ല എന്താ പറയുക, നല്ല പൂ പോലത്തെ മണ്ണെന്നൊക്കെ പറയത്തില്ല, അതേപോലത്തെ പൂ പോലത്തെ മണ്ണാണ് ഗൈസ്. പൂ പോലത്തെ മണ്ണ്. അടിപൊളിയല്ലേ? സോ ഇറ്റ്സ് എ നൈസ് പ്ലേസ്.
എനിക്കിത് മൊത്തത്തിൽ മുങ്ങണമെന്നുണ്ട്. തണുപ്പുണ്ട് കൈസ്, വെള്ളത്തിന് തണുപ്പ്. ഇത് അങ്ങോട്ട് പോകാമല്ലോ. നമ്മൾ ആ ഫെറി ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. മറ്റേ ആ സ്ഥലത്തേക്ക് പോകുന്ന ഫെറി ഇല്ലേ, ആ ഫെറി ഈസ് കീപ്പ് ഓൺ മൂവിങ് ദാറ്റ് സൈഡ് ഹിയർ ആൻഡ് ദെയർ. അവിടെ ഒരു പെണ്ണ് വന്നിട്ട് ബിക്കിനിയൊക്കെ ഇട്ടിട്ട് അവിടെ സൈഡിൽ മാറി കിടപ്പുണ്ട്. എന്നെ നോക്കി ഒരു ഹലോയും പറഞ്ഞു. ഓളൊറ്റയ്ക്കാ. അപ്പോൾ ഇവിടെ പുള്ളിക്കാരി സോളോ ട്രിപ്പാണോ എന്ന് പോയി ചോദിക്കണം ഇടയ്ക്കിടയ്ക്ക്. ഇവിടെ ഇത് കണ്ട, ഇതൊക്കെ മറ്റേ മണ്ണ് വന്നടിഞ്ഞ് കണ്ടില്ലേ, ഇതൊക്കെ മറ്റേ വോൾക്കാനിക് സ്റ്റോൺ പോലത്തെ അത്തരത്തിലുള്ള സ്റ്റോണാണ്. ഇത് കണ്ടോ, ഇതിൽ ഈ കല്ലേൽ തൊടുന്നില്ല, ഇത് കണ്ടില്ലേ, ഇത് കണ്ടോ, നമ്മുടെ അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇതിലുണ്ട്. ഇവിടെ കല്ലുമ്മക്കായാണോ ഒച്ചാണോ എന്താ പരിപാടി എന്നറിയില്ല, പക്ഷെ അതുപോലത്തെ കുറേ സാധനങ്ങൾ ഇതിലുണ്ട്. കണ്ടോ, എനിക്ക് വെള്ളം തെറിപ്പിച്ചിട്ടൊന്നും അനങ്ങുന്നില്ല, അത് അനങ്ങത്തില്ല. അതിപ്പോൾ അവിടെ ഇരിക്കുകയായിരിക്കും, ചുറ്റിപ്പിടിച്ചിരിക്കുകയായിരിക്കും. ഇവിടുത്തെ ഫ്ലോറ ആൻഡ് ഫോന എന്ന് പറയുന്നത് ഈസ് ഡിഫറെൻറ്റ്. നമുക്ക് കാണാൻ പറ്റാത്ത പല കാഴ്ചകളും, അധികം കണ്ടിട്ടില്ലാത്ത പല കാഴ്ചകളും വി ക്യാൻ സീ ഗൈസ്. അപ്പോൾ എന്തായാലും ലെറ്റ് മീ ഓൾസോ എൻജോയ് ദ ബീച്ച് ടൈം. കുറച്ച് നേരം ഞാനും പോയി അവിടെ കിടന്ന് വെയിൽ കായട്ടെ. അപ്പോൾ ഗുഡ് ബൈ ദിസ് പ്ലേസ്. ആ പുള്ളിക്കാരി ടർക്കിയിൽ നിന്നുള്ള ആളായിരുന്നു. ഞാൻ കുറേ നേരം അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അവർ ഇവിടെ ജോലിക്ക് വന്നതാണ്. ടർക്കിയിൽ നിന്നുള്ള ആളാണ്, പക്ഷേ അവർ കാനഡക്കാരിയാണ്. കനേഡിയൻ ടർക്കിഷ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് കുറേ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇന്ന സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ്, അവിടെ പോകുന്നൊക്കെ പറഞ്ഞു തന്നു കുറേ സ്ഥലങ്ങളൊക്കെ. സോ നമുക്കിപ്പം എയർപോർട്ടിൻ്റെ അടുത്ത് ഒരു കിടല സ്ഥലമുണ്ട്, അവിടേക്ക് പോവാം. നീ ഇപ്പം ടാനൊന്നും നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല, ഫുള്ള് ടാൻ അടിച്ചു കഴിഞ്ഞു ഓൾറെഡി. മുഖത്ത് സൺസ്ക്രീനൊക്കെ തേച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ ആക്ച്വലി ഫുള്ള് സ്വിം ഷോർട്ട്സും പിന്നെ ടാങ്ക് ടോപ്പും മാത്രമാണ് ഇത്തവണ എടുത്തത് കാര്യമായിട്ട്. കാരണം ഇനി മൊത്തം നമ്മൾ ഐലൻഡുകളായിരിക്കും. ഫുൾ ഇതുപോലെ തന്നെ ബീച്ചും ബാക്കിയുള്ള പരിപാടികളും റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് നനഞ്ഞിട്ട് വീണ്ടും മാറുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സാണ് മൊത്തം എടുത്തിരിക്കുന്നത്. എന്തോ പരിപാടി ചെയ്യുന്നുണ്ടല്ലോ. ഹലോ, I was just wondering, what is this? What it look like? Yeah, like it's looked like a kayak. I mean, the what do you call? Sailboat. Yeah, sailboat. This boat is about maybe 50 years old. Okay. This one here is about a year old. So it's different type of boat. Oh, you control it with the remote RC? Yes. And you do it? Yes. Oh, wow, that's fun. So I see you're going into St. David's. If you're coming back out, you see a few more of us here. Really? Yes. Definitely, I'll check it out. All right. See you. All right. Yeah. You get back. Yeah, I'll be coming back soon. All right. Yeah. See you. അത് കൊള്ളാം പരിപാടി. തിരിച്ചു വരുമ്പോൾ നോക്കാം. പുള്ളിക്ക് മനസ്സിലായി ഞാൻ മറ്റേ സെയിൻറ്റ് ഡേവിഡ്സ് പോവാണെന്നുള്ളത്. കാരണം ഞാൻ ടൂറിസ്റ്റ് ആണല്ലോ, ഈ വഴിക്ക് പിന്നെ സെയിൻറ്റ് ഡേവിഡ്സ് അല്ലാതെ എങ്ങോട്ട് പോകാനാ. അപ്പോൾ ആ ടർക്കിക്കാരി പെണ്ണ് അവിടെ ഒരു നല്ലൊരു ബീച്ചുണ്ട്, പോയി നോക്കാൻ പറഞ്ഞിട്ട് ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ നോക്ക്, എന്ത് അടിപൊളി സ്ഥലങ്ങളാണെന്ന് നോക്കി. വീടുകളും ഇതെന്ത് സംഭവം എന്ന് പറഞ്ഞാൽ ബർമുഡ ജിംനാസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം. വിജനം എന്ന് പറഞ്ഞാൽ ആകപ്പാടെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ താമസം. അപ്പോൾ മൊത്തത്തിൽ വിജനമാണ്. പിന്നെ എവിടെ നിന്ന് നോക്കിയാലും കടൽ കാണാം, അതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് ക്ലിയർ വാട്ടർ ബീച്ച് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. ഈ സ്ഥലം കണ്ടോ, ഇവിടെ വീടുകളല്ലേ ഈ കാണുന്നത്. ഈ വീടുകളുടെ സൈഡിൽ ഇതൊക്കെ ഇവിടുത്തെ ലോക്കൽസിൻ്റെ ബോട്ടൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഗൈസ്. ഇതൊന്നും ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള ആളുകളുടെ ബോട്ടും മറ്റുമൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണിത്. മനസ്സിലായില്ലേ? ഇവിടെ നിന്ന് കടലിലേക്ക് എടുത്തുകൊണ്ട് പോകാനും ഫിഷിങ്ങിന് പോകാനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ പോകുന്ന ഫിഷിംഗ് ബോട്ടുകളും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ. കാരണം ഇവിടെയൊക്കെ പല ആൾക്കാർക്കും സ്വന്തമായിട്ട് കാറൊന്നും കാണത്തില്ല, കാരണം വെൽ കണക്റ്റഡ് ആയിട്ട് ബാക്കിയുള്ള സംഭവങ്ങളുണ്ട്. ചിലപ്പോൾ ഇവർക്ക് ഇതുപോലുള്ള ബോട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ബോട്ട് പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്ഥലം. ഗൈസ്, ഞാനിപ്പോൾ റൺവേയിലൂടെയാണോ വണ്ടി ഓടിക്കുന്നത്? ആണോ? അല്ല, റൺവേ തൊട്ടപ്പുറത്താണ് ഗൈസ്. ഇതാ കാണുന്ന റൺവേ ഉണ്ടോ? അയ്യോ, വിമാനം വരുന്നു ടേക്ക് ഓഫ് ചെയ്യാനായിട്ട്. മോനെ ഡെൽറ്റയുടെ ഫ്ലൈറ്റാണ്, ഡെൽറ്റ. അടിപൊളി, ഇത്ര അടുത്ത് കാണാം. എന്താ ഗൈസ്, വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നു. ഞാൻ ഇവിടെ ബൈക്കിലിരുന്ന് കാണുന്നു. ഇതിപ്പോൾ അവിടെ റൺവേയിൽ കൊണ്ട് നിർത്തിയിട്ട് എൻജിൻ ഇടുന്ന് മൂപ്പിക്കുന്നൊരു പരിപാടിയുണ്ട്. ആ സമയത്ത് അതിൻ്റെ പുറകിലെങ്ങാനും പോയി നിൽക്കുകയാണെങ്കിൽ നമ്മളങ്ങ് പറന്നു പോകും. അങ്ങനത്തെ സിസ്റ്റമാണ് ഇത്. ഡെൽറ്റയുടെ എനിക്ക് തോന്നുന്നു എയർബസ് 220 അല്ലെങ്കിൽ 319 എങ്ങാണ്ടാ, ചെറുതാ. എന്താല്ലേ പോയി, അടിപൊളി.
ഇനി ഇതിനപ്പുറത്തെ കാഴ്ചകൾ കാണാൻ കിടക്കുക. നമ്മളിനി പോകുന്ന സ്ഥലത്തൊക്കെ തലയുടെ മേളിൽ കൂടെ ഒക്കെ വിമാനം ഇറങ്ങുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പ്രൈവറ്റ് ജെറ്റുകൾ കിടക്കുന്ന സ്ഥലമാണ് ഈ കിടക്കുന്നത്. നോക്കി, പ്രൈവറ്റ് ജെറ്റുകൾ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഏതാണ്ട് ഈ കാണുന്ന സ്ഥലത്ത് ആ എയർപോർട്ട് റൺവേയുടെ ഇങ്ങനെ അറ്റമാണിത്. രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വിമാനങ്ങൾ ഇറങ്ങുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ 2 പ്രൈവറ്റ് ജെറ്റ് കിടക്കുന്നത് കണ്ടോ. ആൾക്കാരൊക്കെ പ്രൈവറ്റ് ജെറ്റിലൊക്കെയാണ് വരുന്നത്. ഞാനിപ്പോൾ ഐലൻഡിൻ്റെ മറ്റൊരു എൻഡിലേക്ക് എത്തി. ഇവിടെ ക്ലിയർ വാട്ടർ ബീച്ച് ഉണ്ട്, പിന്നെ മോട്ടോർ സ്പോർട്സ്, കൂപ്പേഴ്സ് ഐലൻഡ്, ബീച്ച് കൺസെഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ റൺവേയുടെ ഡെഡ് എൻഡ് ആണിത്. ഇപ്പോൾ റൺവേയുടെ സൈഡിൽ കൂടെയാണ് ഞാൻ എത്ര നേരം വന്നത്. ഇതിപ്പോൾ ഞാൻ റൺവേയുടെ ഡെഡ് എൻഡ് എത്തിയിരിക്കുകയാണ്. ഇതിലൂടെയാണ് വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നത്. അതിൻ്റെ കുറച്ച് ലൈറ്റ്സും പരിപാടികളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഈ രാത്രിയിൽ വിമാനം ലാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള ലൈറ്റ് പരിപാടികൾ ഉണ്ടല്ലേ, ഹൈ വോൾട്ടേജ് ലൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ഇതാണ് റൺവേ. ഇവിടെയാണ് റൺവേ വരുന്നത് കേട്ടോ. നമുക്കിവിടെ വന്നു നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിൽ കൂടെ വിമാനം തലയുടെ മേളിൽ കൂടെ ലാൻഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. വിമാനം ലാൻഡ് ചെയ്യുന്ന സമയമാണെങ്കിൽ വലിയ ക്രൗഡഡ് ഒന്നും അല്ല ഇവിടുത്തെ ബീച്ചുകളൊന്നും, വലിയ തിരക്കും ബഹളമൊന്നുമില്ല. സംഭവം വേറെ ലെവൽ സ്ഥലമാണ് കേട്ടോ. ഞാൻ ക്ലിയർ വാട്ടർ ബീച്ചിലെത്തി. ക്ലിയർ വാട്ടർ ബീച്ചിൻ്റെ അവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പാർക്ക് ബർമുഡ ലൈഫ് ഗാർഡ് സർവീസ്, ക്ലിയർ വാട്ടർ ബീച്ച്, കൂപ്പേഴ്സ് ഐലൻഡ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇത് നമ്മൾ മറ്റൊരു എൻഡാണ് ബേസിക്കലി. അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കിനും എന്തോ 1-2 പാർക്കുകളും മറ്റ് സംഭവങ്ങളും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ലോക്കൽസൊക്കെ ഈ പറഞ്ഞ പോലെ കസേരകളൊക്കെ ആയിട്ട് വന്ന് ചില്ലാവുന്ന സ്ഥലം. എന്ത് കിടിലം ബീച്ചാണ് ഗൈസ് നോക്കൂ. ആ ബീച്ചിലെ മണ്ണിൻ്റെയൊക്കെ അവസ്ഥ നോക്കിയേ. കിടുക്കാച്ചി ബീച്ച് കളർന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സ്നോർക്കിളും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുകയാണ്. നാട്ടുകാരും അതേപോലെ തന്നെ ടൂറിസ്റ്റുകളും ബാക്കിയുള്ള ആൾക്കാരും എല്ലാവരും ഉണ്ട്. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, പക്ഷേ ഉള്ളതെല്ലാം അടിപൊളിയാണ്, നീറ്റാണ്, ക്ലീനാണ്. നല്ല കിടിലം കിടുക്കാച്ചി ബീച്ച്. അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഒക്കെ ഉണ്ട് കേട്ടോ ആ ഭാഗത്ത്. നൈസല്ലേ, അടിപൊളി. ഇഷ്ടപ്പെട്ട ഈ സ്ഥലം. മാൾഡീവ്സിലൊക്കെ കാണുന്ന പോലെ തന്നെയുള്ള അത്രയ്ക്ക് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. ഗപ്പി പോലെയുള്ള ചെറിയ എന്തൊക്കെയോ കുറേ കുഞ്ഞു മീനുകളൊക്കെ ഇതിനകത്തുണ്ട്. ഇത് ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. പക്ഷേ എന്ത് ക്ലിയറാണ് ഇത്. വെറുതെ ആണോ ഇതിനെ ക്ലിയർ ബീച്ച് എന്ന് പറയുന്നത്. നല്ല 6 pack ഒക്കെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇത് ആഴമുണ്ട് കേട്ടോ. 6 pack ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തുണിയില്ല ചാടി തന്നെയാണ്. അയ്യോ, ഇത് നല്ല ആഴമുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന എത്ര ഇറങ്ങി വന്നോളൂ. ഞാൻ ഇവിടെ നിൽക്കുന്നിടത്ത് ഇത്ര ആഴമുണ്ട് കണ്ടോ. നമ്മൾ കാണുന്ന പോലെ അല്ല, ആഴമുണ്ട്. ഇങ്ങോട്ട് പോകുന്നതോറും ആഴമുണ്ട്. ഇതേ വിമാനം ലാൻഡ് ചെയ്യാൻ പോകുന്നു. മോനെ പൊളി. ഞാൻ ഫോൺ കയറിപ്പോയി ഫോണിൽ വീഡിയോ എടുക്കാൻ പറ്റും നോക്കട്ടെ. അതൊരു പ്രൈവറ്റ് ജെറ്റാണ് നോക്കി. അടിപൊളി. ആ ഒരു പ്രൈവറ്റ് ജെറ്റവിടെ ലാൻഡ് ചെയ്ത് ഗൈസ്. എങ്ങനെയുണ്ട് വിമാനം ലാൻഡ് ചെയ്തത്? ഓ മൈ ഗോഡ്, ദ പീപ്പിൾ ഹിയർ ആർ സോ ഫ്രണ്ട്ലി മാൻ. ഒരു രക്ഷയില്ല. ഞാൻ അവിടെ ആ വെള്ളത്തിൽ കിടന്ന ഒരു 2 അമ്മൂമ്മമാരും ഒരു അപ്പൂപ്പനും ഒരു വെള്ളത്തിൽ കിടക്കായിരുന്നു അവിടെ. ദേ മൈറ്റ് ബി അറൗണ്ട് 70+. അവർ ജസ്റ്റ് റിലാക്സ് ചെയ്യാൻ വേണ്ടി കടലൊന്നും നടക്കാണ്. അവരുടെ അടുത്ത് തന്നെയുള്ള ലോക്കൽസാണ്. സോ ഞാൻ ഇങ്ങനെ അവരോട് കുറേ നേരം സംസാരിക്കുമായിരുന്നു. ഇവരെല്ലാവരും പറയുന്നത് ഇവർക്ക് ഇൻഡിപെൻഡൻറ്റ് കൺട്രി ആയിക്കഴിഞ്ഞാൽ ഇവരുടെ എക്കണോമി സ്ട്രോങ് അല്ല. യുകെയുടെ കൂടെ നിൽക്കുന്നതാണ് അവർക്ക് നല്ലത്. ഇൻഡിപെൻഡൻറ്റ് കൺട്രി ആയിക്കഴിഞ്ഞാൽ ഇവർ തകർന്നു പോവും, ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. ദാറ്റ് ഈസ് ദ റീസൺ ദേ ഡോണ്ട് വാണ്ട് ടു ബിക്കം എൻ ഇൻഡിപെൻഡൻറ്റ് കൺട്രി എന്നാണ് ഞാൻ സംസാരിക്കുമ്പോൾ എല്ലാവരോടും പറയുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ ഇവർ തന്നെ ഹൈലി ഡിപ്പെൻഡൻറ്റ് ഓൺ അതർ കൺട്രീസ് ഫോർ എവറിത്തിങ് അല്ലേ. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് കൺട്രിയും കൂടെ ആയിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോണ ബി ഡിഫിക്കൽട്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. എല്ലാ ബീച്ചിലും ഒരു 10-20 മിനിറ്റ് വെച്ച് ഞാൻ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാമറ ഓഫ് ചെയ്തിട്ട് ഞാൻ ഒരു 10-20 മിനിറ്റ് വീണ്ടും അവിടെ സ്പെൻഡ് ചെയ്യും. ഐ ഹിയർ ഇൻ ദ നെക്സ്റ്റ് പ്ലേസ് നൗ. ഇത് കൂപ്പേഴ്സ് ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. ഇതെങ്ങനെ കയറി പോകുന്നത്? പുഷ്. ഇങ്ങനെ കയറി പോകണം. പുഷ്. The Bermuda Government Department of Environmental Protection would like to remind the public and the visitors of the following regulations. ഇവിടെ ഫിഷ് ചെയ്യാൻ പാടില്ല എന്ന്. ഇവിടെ ഇത്രയും കോറൽസും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഫിഷിംഗ് ചെയ്യാൻ പാടില്ല എന്ന്. ഇവിടെ ഫിഷിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിടിച്ചാകത്തിട്ട് വന്നു. കൂപ്പേഴ്സ് ഐലൻഡ് നേച്ചർ റിസർവ്. ഇവിടെ നാസയുടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഈ ഇത് കണ്ടോ, അത് കണ്ടോ, അത് കുറേ സാധനങ്ങൾ കണ്ടോ. ഇതൊക്കെ നാസയുടെ എന്തൊക്കെയോ റിസീവേഴ്സോ അങ്ങനെ എന്തോ പരിപാടികളൊക്കെയാണിത്. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്ത് നമ്മുടെ 2 സൈഡിലും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നമുക്ക് ബീച്ചായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ. ഇവിടെ ഇഷ്ടം പോലെ ബീച്ചുകളുണ്ട്. ഇതിങ്ങനെ തലങ്കും അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ബീച്ചുകളാണ്. ഇവിടെ എല്ലാ ആൾക്കാരും ഉണ്ട്. നോക്കി അടിപൊളി. ഞാൻ വിളിച്ചു കൊടുക്കുമ്പോൾ ആരും ഉണ്ടാവില്ല എന്ന്. ഓൾ ബീച്ചസ് ആർ ഹാവിങ് പീപ്പിൾ മെൻ ഒക്യുപ്പൈഡ്. നാസയുടെ ബർമുഡ ട്രാക്കിംഗ് സ്റ്റേഷൻ എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. നാസയുടെ എന്തെങ്കിലും സിഗ്നൽസ് എടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾക്ക് വേണ്ടിയുള്ള സംഭവമായിരിക്കാം. ഇവിടെ
ഇതുപോലെയുള്ള കുറേ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അവരുടെ എന്തെങ്കിലുമൊക്കെ റഡാറുകളായിരിക്കണം ഈ കാണുന്നതൊക്കെ. ഇതിനകത്ത് നാസയുടെ ലോഗോ ഒക്കെ ഉണ്ട് അകത്ത്. അവിടെ നാസയുടെ ഓഫീസാണ്. ഓഫീസ് എന്ന് പറഞ്ഞാൽ ബർമുഡയിലെ എന്തോ സെറ്റപ്പാണ്. ഈ ഭാഗത്തേക്ക് ഇവർ വണ്ടി കയറത്തില്ല. ഇവിടെ എമർജൻസി വെഹിക്കിൾസ് മാത്രമേ പോകാൻ പാടുള്ളൂ. നമ്മൾ നടന്നു പോകണം. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു എൻഡിലേക്ക് എത്തും. ഓ ഗായ്സ്, ഇത് രക്ഷയില്ല. ഇവിടെ രണ്ടിടത്തും ബീച്ച്. ഇത് ഇപ്പുറത്തും ബീച്ച്, ഇപ്പുറത്തും ബീച്ച്. ഓ, ഇവിടെ ആരും ഇല്ല കേട്ടോ. ഇത് പൊളിച്ച്. ദൈവമേ, അവിടെ കുറച്ച് പേരുണ്ട്. ഇത് ന്യൂഡ് ബീച്ച് വല്ലതും ആണോ? അല്ലല്ല, ഇവിടെ ന്യൂഡ് ബീച്ച് ഇല്ല. ന്യൂഡ് ബീച്ചസ് ഉണ്ട്, അമേരിക്കയിൽ വളരെ കോമൺ ആണ്. ഇവിടെ ഇല്ല. ഞാൻ വിചാരിച്ച ആൾക്കാർ തുണിയില്ല നിൽക്കുകയെന്ന്. അവിടെ ഇവിടെ ആകെ 1 2 3 4 പേരേ ഉള്ളൂ. വേറെ ആരും ഇല്ല. അത് 3-4 പേര് മാത്രമുള്ള ഒരു കിടിലൻ സ്ഥലം കഴിച്ച്. എന്തെല്ലാം കിടിലൻ ബീച്ചാണ്. ആരും ഇല്ലാത്ത കിടിലൻ ബീച്ച്. നോക്കി, നൈസല്ലേ? ഈ കോഴി ഇത് എവിടെ നിന്ന് വന്നു? ഈ പൂവൻ കോഴി നോക്കി. ബീച്ചിൽ ഐലൻഡിലെ കോഴി കഴിച്ച്. കോഴി ചക്കടോ, വാടാ ഇവിടെ വാടാ, അടുത്ത് വാടാ. ഓ ചക്കട ഇങ്ങടെ വാടാ. പേടിയൊന്നും ഇല്ലാത്ത കോഴിയാണല്ലോ കേസ്. അടുത്തിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടോ? ഓ, എൻ്റെ കണ്ണ് കണ്ടില്ലോ എനിക്ക്. കഴിക്കാൻ വല്ല വേണമൊക്കെ. ഞാൻ അങ്ങനെ കഴിക്കട്ടെ. ഞാനങ്ങനെ അവിടെ വേറൊരു ബീച്ചിലേക്ക് പോവാണ്. ഓരോ സ്ഥലത്ത് പോകുമ്പോഴത്തേക്കിനും അവിടെ പരിചയപ്പെടുന്ന ആൾക്കാർ പറയും അവിടെ വേറെ ബീച്ചുണ്ട്, ഇവിടെ വേറെ ബീച്ചുണ്ട്, അത് നല്ല ബീച്ചാണ്, ആ ബീച്ചാണ്, ഈ ബീച്ചാണെന്നൊക്കെ പറയും. അങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ വേറൊരു ബീച്ചുണ്ട്. അവിടേക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഓ, ഇത് അടിപൊളി ബീച്ചാണല്ലോ. നൈസ്. ഇത് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഇത് ഇങ്ങനത്തെ ഒരു വട്ടത്തിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലം. പക്ഷേ ഇവിടെ ഇങ്ങനത്തെ കുറച്ച് പായൽ കിടപ്പുണ്ട്, അല്ലാതെ വേറെ സംഭവമൊന്നുമില്ല. നൈസ്. See you man and all the best for your cricket. Thank you. Bye bye. Yeah. പുള്ളി ഒരു ക്രിക്കറ്ററാണെന്ന്, ഇവിടുത്തെ ഏതോ ഒരു ടീമിൽ കളിക്കുന്നതാണെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഇന്ത്യയിൽ നിന്നാന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും പുള്ളി അങ്ങോട്ട് വാചാലനായി. അയ്യോ, എന്തായാലും കൊള്ളാം. അപ്പോൾ ഈ ബീച്ചും പരിപാടികളൊക്കെ അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ തിരിച്ച് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഞാൻ അങ്ങോട്ട് പോകുന്നേരം 2 വിമാനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം 3 എണ്ണമായി. അതും പ്രൈവറ്റ് ജെറ്റുകൾ. അതായത് 3 പ്രൈവറ്റ് ജെറ്റുകൾ. മുമ്പേ നമ്മൾ പറഞ്ഞ ലാൻഡ് ചെയ്യുന്ന കണ്ടില്ലേ? ദ റിച്ചസ്റ്റ് പ്ലേസ് ഗൈസ്, ദ റിച്ചസ്റ്റ് പ്ലേസ്. 2 ദിവസം കൊണ്ട് ഞാൻ ഈ ഐലൻഡിൽ കുറേ ഫ്രണ്ട്സിനെ ഉണ്ടാക്കി. ലോക്കൽസ് ആയിട്ടുള്ള കുറേ ആൾക്കാർ. അത്രയ്ക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. ഇത്രയും ഞാനൊന്നും എക്സ്പെക്ട് ചെയ്തല്ല കേട്ടോ. ഇങ്ങനൊന്നും അല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ഇത് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും പീപ്പിൾ ആർ സോ നൈസ്, ലവ്ലി. ഒരു പറ്റീരോ വെട്ടീരോ ചാക്കിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. സൂപ്പറാണ്. ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് മറ്റേ ആ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പായ്ക്കപ്പൽ പറത്തുന്ന ടീമിനെ കാണാൻ മറന്നുപോയത്. ഞാൻ വേറെ വഴിയാണ് വന്നത്, ആ വഴിയല്ല വന്നത്. പക്ഷേ അത് മിസ്സായി. ഞാൻ കുറേ ഇങ്ങോട്ട് വന്നപ്പോഴാണ് അത് ഓർത്തത്. ആ സാരമില്ല.